നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം ഗം ഗണപതയേ നമഃ. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരീതി നടുവിൽ ഞാൻ. നരകത്തീന്നെന്നെ കരകേറ്റിയിടണേ, തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരീതി നടുവിൽ ഞാൻ. നരകത്തീന്നെന്നെ കരകേറ്റിയിടണേ, തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം, ദേവീം സരസ്വതീം വ്യാസം തതോ ഉപജയേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി, വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം ശ്രീ ഉമാമഹേശ്വരായ നമഃ. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഹരേ കൃഷ്ണ. അമ്മേ നാരായണ. ഓം ശക്തി പരാശക്തി. ഇന്ന് നമുക്ക് ദേവീ മഹാത്മ്യത്തിൻ്റെ അടുത്ത ശ്ലോകമാണ് വായിക്കാനുള്ളത്. സപ്തശതിയിലെ വായിക്കാട്ടോ. സാ വിദ്യാ പരമാ മുക്തിർ ഹേതുഭൂതാ സനാതനീ, സംസാരബന്ധ ഹേതുച്ഛ സൈവ സർവേശ്വരേശ്വരീ. മഹാമായ അവിദ്യാരൂപിണിയായാൽ ബന്ധകാരണയും വിദ്യാരൂപിണിയായാൽ മോക്ഷകാരണയുമാകുന്നു. അതായത് മഹാമായ ദേവി അവിദ്യാകാരണി ആവുകയാണെന്നുണ്ടെങ്കിൽ ബന്ധകാരണ, അതായത് നമ്മളെ ഈ ഭൂമിയിൽ തന്നെ, ഈ ഭൂമണ്ഡലത്തിൽ തന്നെ നമ്മളെ ബന്ധിച്ചിടുന്ന ബന്ധകാരണയും, എന്നാൽ വിദ്യാരൂപിണി ആയാൽ മോക്ഷകാരണയുമാകുന്നു. എന്നാൽ വിദ്യാരൂപിണി ആവുകയാണെന്നുണ്ടെങ്കിൽ മോക്ഷകാരണ ആവുകയാണ് ദേവി. അപ്പോൾ നാം എല്ലാം ആ മോക്ഷത്തിന് വേണ്ടിയിട്ട്, അല്ലേ, ആ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ആ ഭഗവതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിതരായി നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ അവസാനം വരെ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടുകൂടും ജീവിച്ച് അവസാനം ആ ദേവിയിലേക്കോ അല്ലെങ്കിൽ ആ പരമശിവനിലേക്കോ അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണനിലേക്കോ എത്താൻ, അവളുടെ ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി, അവിടെ എത്താൻ വേണ്ടിയിട്ടായിരിക്കണം നാം എല്ലാവരും ആ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം പരിശ്രമിക്കേണ്ടത്. അതായത് അവിത്തിനെ ബ്രഹ്മജ്ഞയില്ലാത്ത സംസാരികനെ, അതായത് അവിത്തിനെ, അതായത് അവിജ്ഞാനമായിട്ടുള്ളവരെയാണ്, അതായത് മോഹങ്ങൾ വരുമ്പോഴാണ്, അങ്ങനെയുള്ളവരെയാണ് ഈ ബന്ധനസ്ഥരാക്കി, അതായത് ഭൂമിയിൽ അങ്ങനെ ബന്ധനസ്ഥരാക്കി ഇടുന്നത്. അവിടെ അവിദ്യാരൂപിണിയായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബന്ധകാരണയാണ്. എന്നാൽ ആ വിദ്യ ഉണ്ടാവുമ്പോഴാണ് ദേവി മോക്ഷകാരണയാവുന്നത്.
അപ്പോ നമുക്ക് ആ വിദ്യ ഉണ്ടായി, നമുക്കത് മനസ്സിലായി. ഈ ബന്ധമോക്ഷ ഭയ ഹേതുത്വം ഒരു വസ്തുവിന് തന്നെ ചിച്ചക്തിയും ജഡശക്തിയും ആകൊണ്ട് ഉഭയ കാരണത്വം വിദ്യോഭയ രൂപത്തോടു കൂടിയവളാണെങ്കിലും മോക്ഷം അവളിൽ അസംഗതമല്ല. സംസാര ബന്ധ ഹേതുവായ അവിദ്യയും അവൾ തന്നെ. അതായത് നമ്മൾ എന്തിനായിരിക്കണം ഈ ഭൂമിയിൽ ഉള്ള പല പല കാര്യങ്ങളിൽ ആകൃഷ്ടരായി, ഈ ഭൂമിയിൽ നമുക്ക് പല പല ഇതും ഉണ്ടാവും, അതിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ബന്ധ കാരണം ആ ഒരു ബന്ധനസ്ഥമായിട്ടുള്ള ജീവിതം, വീണ്ടും ഭൂമിയിൽ ജനിക്കുക മരിക്കുക, അങ്ങനെ നമുക്ക് ഭൂമിയിൽ ആ സംസാരത്തിൽ പെട്ട് ഉഴലേണ്ടി വരുന്നത്. എന്നാൽ അതേസമയം വിദ്യാരൂപിണിയായിരിക്കാം നമ്മൾ ആ വിദ്യയിലേക്ക് വരുമ്പോൾ, ആ അറിവിലേക്ക് വരുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, അതായത് ഈ ഭൂമി എന്ന് പറയുന്നതല്ല നമ്മുടെ ഗ്രഹം, ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ബന്ധിക്കുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി ആ ദേവിയിലേക്ക് വരുമ്പോഴാണ് അവിടെ ദേവി വിദ്യാരൂപിണിയായി നമ്മൾ പ്രസാദിച്ചിട്ട് നമുക്ക് ആ മോക്ഷപദത്തെ, നമുക്ക് ആ മോക്ഷത്തെ ദേവി തരുന്നതായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. രാജോവാചഃ ഭഗവൻ കാഹി സാ ദേവി മഹാമായേതി യാം ഭവാൻ ബ്രവീതി കലമുൽപ്പന്ന സാ കർമാസ്യാച കിം ദ്വജാ. അല്ലയോ ഭഗവാനെ, അങ്ങ് മഹാമായ എന്നു യാവൾ ഒരുത്തിയെ പറഞ്ഞുവോ, ആ ദേവി ആരാകുന്നു? അവൾ എങ്ങനെ ഉണ്ടായി? ഹേ വിപ്ര, ആ ദേവിയുടെ പ്രവൃത്തിയും എന്ത്? അപ്പോ ഏത് ദേവിയെക്കുറിച്ചാണ് പറയുന്നത്? ആ ദേവി എങ്ങനെയുണ്ടായി? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആര് ചോദിക്കുന്നത്? ഈ രാജാവ് ചോദിക്കുന്നത്. മുമ്പിൽ ഹരിയുടെ യോഗനിദ്രയാകുന്നു. മഹാമായ എന്ന് സംക്ഷേപമായി പറഞ്ഞു. ആ മഹാമായയെ വിസ്താരമായി അറിയുന്നതിന് വേണ്ടി രാജാവ് ചോദിക്കുന്നു. ഹേ സുമനസേ, ഭവാൻ യാവളൊരുത്തിയെ മഹാമായ എന്ന് പറഞ്ഞുവോ, ആ ദേവി ആര്? എങ്ങനെയുണ്ടായി? അവളുടെ കർമ്മം എന്ത്, പരാക്രമം എന്ത് എന്ന് രാജാവ് ചോദിച്ചു. യൽ പ്രഭാവാചസാ ദേവി യൽ സ്വരൂപായദുൽഭവാ തൽ സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദാംബരാം. അല്ലയോ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ മഹർഷേ, ആ ദേവിയുടെ സാമർഥ്യം എന്ത്, ആകൃതി എങ്ങനെ, ഉത്ഭവം ഏതു വിധത്തിലാണ് എന്നെല്ലാം ഭവാനിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠ, ഫവൽസാകാശത്തിൽ നിന്ന് ആ ദേവി എന്തു സാമർഥ്യത്തോടു കൂടിയവളാണ്, എന്താകൃതിയോടു കൂടിയവളാണ്, എന്തിൽ നിന്ന് ഉത്ഭവിച്ചവളാണ്, ആ ദേവിക്ക് എന്തു സാമർഥ്യം, എന്തു സ്വരൂപം, എങ്ങനെ ഉത്ഭവം, ഇതെല്ലാം കേൾക്കാൻ ഇച്ഛിക്കുന്നു. അങ്ങനെ ദേവിയെക്കുറിച്ച് ചോദിക്കുകയാണ്. അല്ലേ, ദേവി എവിടെ നിന്ന് വന്നു, ദേവിയുടെ സ്വരൂപം എന്താണ്, ദേവി എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ദേവിയുടെ കർമ്മം എന്താണ്, അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളും ചോദിക്കുകയാണ്. ഋഷിരുവാചഃ നിത്യൈവ സാ ജഗന്മൂർത്തിസ്തയാ സർവമിദം തതം തഥാപി തസ്മുൽപത്തിർ ബധൂനാ ശ്രൂയതാം മമാം. ജഗത് രൂപിണിയായ ആ ദേവി നിത്യ തന്നെ, ജഗദ്രൂപിണിയായ ആ ദേവി നിത്യ തന്നെയാകുന്നു. ഈ പ്രപഞ്ചമെല്ലാം അവളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എങ്കിലും അവളുടെ ഉത്ഭവം എങ്കിൽ നിന്നും പല വിധത്തിൽ കേട്ടാലും, അതായത് ഈ ഭൂമണ്ഡലം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചത് ആ ദേവിയാണ്. ആ ദേവിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം വരെയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ ഭൂമിയുടെ നിർമ്മാണം, ഭൂമി നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഭൂമിയായ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ദേവിയാണ്. നാനാവിധ സൃഷ്ടിയായി തോന്നുന്ന ഈ ജഗത്തെല്ലാം ചിൽ സ്വരൂപിണിയായ ആ ദേവിയാൽ വ്യാപ്തമാകുന്നു. അപ്പോ നാനാവിധ സൃഷ്ടിയായി തോന്നുന്ന ഈ ജഗത്തെല്ലാം തന്നെ ചിൽസ്വരൂപിയായ ആ ദേവിയാൽ വ്യാപ്തമാകുന്നു. അല്ലയോ രാജാവേ, ജഗൽമൂർത്തിയായിരിക്കുന്ന അവൾ നിത്യ തന്നെ. ഈ ലോകമെല്ലാം അവളാൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. ആ ദേവി ആരാലും നിർമ്മിക്കപ്പെട്ടവളല്ല, നിത്യയാണ്. എങ്കിലും ദേവി ലോകോപകാരാർത്ഥം പല വിധത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനെ കേട്ടാലും
അപ്പോ ദേവിയെ ആരും നിർമ്മിക്കപ്പെട്ടതില്ല. ഈ ദേവിയാണ്, ഈ ജഗദംബികയാണ്, ഈ സർവശക്തിയായ, ശക്തിമയ്യായ, ശക്തി സ്വരൂപിണിയായ ദേവി, ആദി പരാശക്തി ദേവിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ദേവിയെ ആരും നിർമ്മിച്ചില്ല, ആദി സ്വരൂപിണിയാണ്. ആ ആദി സ്വരൂപിണിയായ ദേവിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ജഗന്മൂർത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ജഗത്തിനെ വിട്ട് ദേവിക്ക് വേറെ മുഖ്യമായ ശരീരമില്ല എന്ന് ധ്വനിക്കുന്നു. ജഗദാശ്രയ ഭൂതയായ ശക്തി എന്ന് താല്പര്യം. അതായത് ദേവി എന്ന് പറഞ്ഞ ഈ ജഗത്തിനെ വിട്ടിട്ട് ദേവിക്ക് മറ്റൊരു ലോകം, മറ്റൊരു ശരീരമില്ല, മുഖ്യമായ വേറൊരു ശരീരമില്ല എന്നാണ് ധ്വനിക്കുന്നത്. ജഗദാശ്രയ ഭൂതയായ ശക്തി എന്ന് താല്പര്യം. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദാശ്രയ ഭൂതയായ ശക്തിയാണ്. അതെ, ശക്തി, അതായത് നമ്മളെ എല്ലാത്തിൽ നിന്നും താങ്ങി നിർത്തുന്ന ആ ശക്തിയാണ്, നമ്മളെ പ്രപഞ്ചത്തെ തന്നെ താങ്ങി നിർത്തുന്ന ആ ശക്തിയാണ്, ഭൂമി ദേവിയാണ്. ദേവി അങ്ങനെ പല പല വിധത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ദേവിയാണ് ഇതിനെ എല്ലാം താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രളയങ്ങളും അങ്ങനെയുള്ള ഭൂചലനങ്ങളും ഉണ്ടാവുമ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കഴിവതും താങ്ങി നിർത്തുന്നത് ദേവിയാണ്. അപ്പോ ആ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന അമ്മയാണ് ആദിപരാശക്തി ആയിട്ടുള്ള ദേവി. ആര് എന്ത് സ്വരൂപം എന്ന ചോദ്യത്തിന് ജഗന്മൂർത്തിഹ എന്നും, എന്ത് കർമ്മം എന്ത് സ്വഭാവം എന്ന ചോദ്യത്തിന് അവളാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപ്തമാകുന്നു എന്നും, എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് നിത്യയാണ് എന്നും ഉത്തരമാകുന്നു. അപ്പൊ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യയാണ്. നിത്യൈവ സാ തതം സ്വാഹ ദേവാനാം കാര്യസിദ്ധ്യർത്ഥമാവിർഭവതി സാ യദാ ഉൽപ്പന്നേതി തദാ ലോകേ സാ നിത്യാഭ്യഭിധീയതേ. ആ ദേവി നിത്യയാണെങ്കിലും ദേവന്മാരുടെ കാര്യസാധ്യത്തിനായി എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുവോ അപ്പോൾ ജനങ്ങൾ ലോകത്തിൽ അവൾ അവതരിച്ചു എന്ന് പറയുന്നു. അപ്പോ ദേവി ദേവന്മാരുടെ നിത്യയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ട് എപ്പോൾ അവതരിക്കുന്നുവോ അപ്പോൾ ആ ദേവിയെ അവൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ആ ദേവി ദേവകളുടെ കാര്യസിദ്ധിക്കായി എപ്പോൾ പ്രകാശിക്കുന്നുവോ അപ്പോൾ അവൾ നിത്യയാണെങ്കിലും ലോകത്തിൽ അവതരിച്ചു എന്ന് ജനങ്ങൾ പറയുന്നു. ആത്മതത്വ സ്വരൂപിണിയാകൊണ്ട് നിത്യത്വം എന്നുള്ളവൾ എന്നർത്ഥം. ഗതാനുഗതികോ ലോകോ ന ലോകഃ പമാർദികഃ. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത്, നിത്യത്തിനും ഉൽപ്പത്തിക്കും പരസ്പര വിരോധമാണെങ്കിലും ദേവിയുടെ ഉൽപ്പത്തിയല്ല, ജഗത് രക്ഷാർത്ഥമുള്ള ആവിർഭാവം ധർമ്മചിന്ത നിമിത്തമാണ് എന്ന് കാണിക്കുന്നതിനായി ദേവാനാം എന്നു മുതൽ ഏവം ഭഗവതി ദേവി സാ നിത്യാപി പുനഃ പുനഃ സംഭൂയ കുരുതേ ഭൂപ ജഗതഹാ പരിപാലനം. അതായത് ഈ ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ചവൾ, ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്ന ദേവിയാണ് ആദിപരാശക്തിയായ ജഗദംബികയായ ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. തഥാപി സാ യദാ സ്വാഹാ യോഗനിദ്രാം യദാ വിഷ്ണുർ ജഗ്യത്തെ കാർണവികൃതേ ആസ്തിര്യാശേഷമഫജൽ കൽപാന്തേ ഭഗവാൻ പ്രഭുഃ തദ്വാവസരൗ ഘോരൗ വിഖ്യാതൗ മധുകൈടഭൗ വിഷ്ണുകർണമലോത്ഭൗതൗ ഹന്തും ബ്രഹ്മാണമുദ്യതേ. പ്രളയകാലത്തിൽ ജഗത്ത് ഏകസമുദ്രമാക്കി ചെയ്യപ്പെട്ടപ്പോൾ ഐശ്വര്യാദികളോട് കൂടിയവനായി പ്രഭുവായി ഇരിക്കുന്ന ശ്രീനാരായണൻ അനന്തനെ മെത്തയാക്കിയിട്ട് യോഗനിദ്രയെ പ്രാപിച്ചു. ആ സമയത്ത് വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നുണ്ടായവരും ഭയങ്കരന്മാരും മധുകൈടഭർ എന്ന് പ്രസിദ്ധന്മാരുമായ 2 അസുരന്മാർ ബ്രഹ്മാവിനെ ഹിംസിക്കാനായി ആരംഭിച്ചു. അങ്ങനെ പ്രളയജലത്തിൽ, അതായത് പ്രളയകാലത്തിലെ ഏക സമുദ്രമായിട്ട് ഭവിച്ചപ്പോൾ അവിടെ ശ്രീമൻ നാരായണൻ പ്രഭുവായ ഐശ്വര്യാദികളോട് കൂടിയവനായി പ്രഭുവായിരിക്കുന്ന ശ്രീമൻ നാരായണൻ അനന്തനെ മെത്തയാക്കിയിട്ട് അനന്തശയനം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഭഗവാന്റെ കർണമലത്തിൽ നിന്നും 2 അസുരന്മാർ ജനിച്ചു. മധു കൈടബൻ എന്ന പേരുള്ള 2 ദുഷ്ടന്മാരായ അസുരന്മാരാണ് ജനിക്കുന്നത്.
യോഗനിദ്രാപദം ശ്രീദേവി വിഷ്ണുവിനെയും മോഹിപ്പിക്കുന്നവളാണ് എന്ന് കാണിക്കുന്നു. അതായത് ഭഗവാൻ ആ യോഗനിദ്രയിൽ ഇരിക്കുന്ന സമയത്ത് ദേവിയാണ് ഈ പ്രപഞ്ചത്തിനെ നോക്കുന്നത്. അപ്പോ ആ ദേവി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ പോലും ഭ്രമിപ്പിക്കുന്നവള്, അതായത് മോഹിപ്പിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നത്. പ്രളയത്തിൽ ഭുവനം ഏകസമുദ്രമാക്കി ചെയ്യപ്പെട്ടപ്പോൾ ഐശ്വര്യാദി ഗുണപൂർണനായി സ്വാമിയായി വ്യാപകനായിരിക്കുന്ന നാരായണൻ അനന്തൻ എന്ന ഫണീശ്വരനെ മെത്തയാക്കി ചെയ്തിട്ട് എപ്പോൾ യോഗനിദ്രയെ സേവിച്ചുവോ ആ യോഗനിദ്രാകാലത്ത് വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നുത്ഭവിച്ചവരായി ഭയങ്കരന്മാരായി മധുകൈടഭന്മാരെന്ന് പ്രസിദ്ധന്മാരായിരിക്കുന്ന 2 അസുരന്മാർ വിഷ്ണുവിന്റെ നാഭി പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെ ഹിംസിക്കുന്നതിന് ഉദ്യമിച്ചു. അങ്ങനെ ദേവപ്രാർത്ഥന നിമിത്തം തൽക്കാര്യസിദ്ധിക്കായി ദേവി എങ്ങനെ അവതരിച്ചു എന്നും മോഹകാരണത്തെക്കുറിച്ച് രാജാവ് ചോദിച്ചതുകൊണ്ട് ആദ്യം മോഹകാരിണിയായി തമോ ഗുണ പ്രധാനിയായി ഇരിക്കുന്ന ദേവിയുടെ അവതാരത്തെക്കുറിച്ചും പറയാൻ തുടങ്ങുന്നു. അങ്ങനെ കർമ്മമില്ലാത്തത് കൊണ്ട് ഇത് തന്നെ അവസരം എന്നുദ്ദേശിച്ചു താമസീ ശക്തിയെ സേവിച്ചു വസ്ത്രം കൊണ്ട് എന്ന പോലെ ആ ശക്തിയെ കൊണ്ട് തന്നെ മറച്ചു. പ്രഭുവാകയാൽ സ്വേച്ഛയാ ശക്തിയെ അംഗീകരിച്ചതാണ്, അല്ലാതെ അവൾ ബലാൽ ഇദ്ദേഹത്തെ മോഹിപ്പിച്ചതല്ല എന്ന് താല്പര്യം. അതുകൊണ്ട് യോഗനിദ്ര എന്ന് പറഞ്ഞത് മറ്റു നിദ്രയെ പോലെ ഏത് മോഹപാരവശ്യങ്ങളെ ഉണ്ടാക്കുന്നത് തന്നെ. കർണമലോത്ഭൂതന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് അതിതാമസത്വം സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ദുഷ്ടന്മാരായ മധുകൈടഭന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി അവതരിക്കുന്നത്. അപ്പോ അങ്ങനെ ദേവി അവതരിക്കുന്നത് ഒരു താമസീ രൂപത്തിലാണ്. അപ്പോ ദേവിയുടെ അവതാരം ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സനാഭി കമലേ വിഷ്ണോഹ സ്ഥിതോ ബ്രഹ്മ പ്രജാപതിഃ ദൃഷ്ട്വാ താവസുരൗ ചോഗ്രൗ പ്രസുപ്തം ച ജനാർദ്ദനം തുഷ്ടാവാ യോഗനിദ്രാം താമേകാഗ്രഹൃദയസ്ഥിതഃ വിബോധനാർത്ഥായ ഹരിനേത്രകൃതാലയാം വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോരതുലാം തേജസഃ പ്രഭൂഃ. വിഷ്ണുവിന്റെ നാഭീകമലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രജാപതിയായി പ്രഭുവായിരിക്കുന്ന ബ്രഹ്മാവ് ഉഗ്രന്മാരായിരിക്കുന്ന ആ 2 അസുരന്മാരെയും ഉറങ്ങുന്നവനായ വിഷ്ണുവിനെയും കണ്ടിട്ട് ഏകാഗ്രചിത്തനായി വിഷ്ണുവിനെ ഉണർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ നേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളായും വിശ്വവ്യാപികയായും ജഗത്തിന്റെ ജനനിയായും രക്ഷാസംഹാരങ്ങളെ ചെയ്യുന്നവളായും തുല്യമില്ലാത്തവളായും ഐശ്വര്യപൂർണയായും ഇരിക്കുന്ന തേജോരൂപനായ വിഷ്ണുവിന്റെ യോഗനിദ്രയാകുന്ന നിദ്രയെ സ്തുതിച്ചു. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്യുകയാണ്? അപ്പൊ ഈ ദുഷ്ടന്മാരായ മധുകൈടഭന്മാരെ കണ്ടിട്ട് ബ്രഹ്മാവ് ഭയക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവിനെ ഉപദ്രവിക്കാനായിട്ട് വരികയാണ്. ആ സമയം ബ്രഹ്മാവ് തൻ്റെ നാരായണന്റെ യോഗശക്തിയായിട്ടിരിക്കുന്ന യോഗമായിട്ടിരിക്കുന്ന ഭഗവാന്റെ നെറ്റിയില് യോഗനിദ്രയായിട്ടിരിക്കുന്ന ആ ദേവിയെ ഭജിക്കുകയാണ്. അങ്ങനെ വിഷ്ണുവിന്റെ യോഗനിദ്രയാകുന്ന നിദ്രയെ സ്തുതിച്ചു. അങ്ങനെ വിഷ്ണുവിന്റെ യോഗനിദ്രയാകുന്ന ആ നിദ്രാദേവിയെ ബ്രഹ്മാവ് ഭജിക്കുകയാണ്. ഏവം സ്തുതാ ദേവി താമസി തത്ര വേദസാ. ബ്രഹ്മാവിന്റെ ഈ സ്തുതി വിഷ്ണു ഉണരുന്നതിനും സ്വയരക്ഷണത്തിനും ദൈത്യവധം നിമിത്തമുള്ള ദൈവരക്ഷണത്തിനുമാകുന്നു. ഏകാഗ്രഹത്തിനായി അയത്തിങ്കൽ ദൈത്യാവധ ലക്ഷണമാകുന്ന ശുഭാവഹ വിധിയെങ്കൽ സ്ഥിതനായി ശ്രദ്ധയോടു കൂടിയവനായി ഇരിക്കുന്നവൻ യോഗനിദ്രയ്ക്ക് മൂലപ്രകൃതിയോട് അഭേദത്തെ സ്ഥാപിച്ച് വിശ്വേശ്വരി ഇത്യാദി പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുന്നു. തേജസഃ പ്രഭൂഃ എന്ന് അത്യുത്കർഷത്തെ കാണിക്കുന്നതായ ബ്രഹ്മാവിന്റെ വിശേഷണമായും പറയാം. മഹാമായ വിഷ്ണുവിനെയും മോഹിപ്പിച്ചത് കൊണ്ട് അന്യന്മാരെ മോഹിപ്പിക്കുന്നത് ആശ്ചര്യമല്ല എന്ന് ധ്വനിപ്പിക്കുന്നു. വാസ്തവത്തിൽ വിഷ്ണുവിന്റെ നിദ്ര എന്നത് രാഹുവിന്റെ ശിരസ് എന്ന പോലെ വിഷ്ണുരൂപയായ നിദ്ര എന്നർത്ഥമാകുന്നു. സർവേശ്വരനായി സർവശക്തി മയനായിരിക്കുന്ന ബ്രഹ്മാവ് അനുഗ്രഹത്തിനായിട്ട് താൻ മോഹിതൻ എന്ന പോലെയും തന്റെ ദുഃഖനിവൃത്തിയെ കാട്ടിയെന്ന പോലെയും സ്തുതിക്കുന്നു. തേജോരൂപനായ വിഷ്ണുവിന്റെ അനുപമമായ നിദ്രയെ സ്തുതിക്കുന്നു എന്ന് അന്വയം. തേജസാം പ്രഭൂഹ എന്നും പാഠമുണ്ട്. അവിടെ അനുപമ തേജസ്സായിരിക്കുന്ന വിഷ്ണുവിന്റെ നിദ്രയെ സ്തുതിക്കുന്നു എന്നർത്ഥവും.
സ്തൗമീ നിദ്രാം ഭഗവതീം വിഷ്ണോരതുലസ്തേജസഃ. ബ്രഹ്മോവാചഃ ത്വം സ്വാഹാ ത്വം സ്വതാ ത്വം ഹി വഷ്ടകാരസ്വരാത്മികാ സുധാ ത്വം അക്ഷരേ നിത്യേ ത്രിധാമാത്രാത്മികാ സ്ഥിതാ. ബ്രഹ്മരൂപിണിയായി നിത്യയായുള്ള ദേവി ദേവഗണങ്ങൾക്കും പിതൃഗണങ്ങൾക്കും തൃപ്തിയെ ചെയ്യുന്നവളും വഷ്ട് എന്ന ശബ്ദവും സ്വർഗാത്മികയും നിന്തിരുവടിയാകുന്നു. നിന്തിരുവടി അമൃത സ്വരൂപയായും പ്രണവ സ്വരൂപിണിയായും ഇരിക്കുന്നവളാകുന്നു. ഏകൈവ ശക്തിഃ പരമേശ്വരസ്യ ഭിന്നാ ചതുർധാ വിനിയോഗകാലേ ഭോഗേ ഭവാനി പുരുഷേഷു വിഷ്ണുഃ കോപേഷു കാളീ സമരേഷു ദുർഗാ എന്ന പ്രമാണമനുസരിച്ച് വിഷ്ണുവിനും കാളിക്കും ഏകത്വമാകൊണ്ടും മധുകൈടഭപദം വിഷ്ണുവേഷത്തോടു കൂടിയ ആ കാളിയിൽ തന്നെ ചെയ്യപ്പെടണമെന്നുള്ള ആശയത്തോടു കൂടിയും ആ കാളിയെ സ്തുതിക്കുന്നു. അപ്പോ ഭഗവാന്റെ ഭഗവാന്റെ യോഗനിദ്രയിലിരിക്കുന്ന താമസിയായ ദേവിയാണ്, കാളിയാണ്. ആ കാളിയെയാണ് ബ്രഹ്മാവ് ഭജിക്കുന്നത്. അപ്പോ വിഷ്ണുവിന്റെ അതേ സ്വരൂപമാണ് കാളിക്ക്. അതായത് വിഷ്ണു ഭഗവാൻ ആ നീലവർണ്ണമാണെന്നുണ്ടെങ്കിൽ ആ ദേവിക്കും, ആ താമസീ രൂപിണിയായ ആ യോഗനിദ്രയായ ആ ദേവിക്കും അതേ നീലവർണ്ണം തന്നെയാണ്. അങ്ങനെ ബ്രഹ്മാവ് ഭജിക്കുമ്പോ ആ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരലോകത്തിരിക്കുന്ന പിതൃക്കൾക്കും അതുപോലെ തന്നെ ദേവന്മാർക്കും, ദേവലോകത്തിലുള്ള ദേവന്മാർക്കും അനുഗ്രഹത്തെ ചെയ്യുന്നവളും സംരക്ഷണത്തെ ചെയ്യുന്നവളും തൃപ്തിയെ ചെയ്യുന്നവളുമാണ് ആ ദേവി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ കാളിയെയാണ് ആര് സ്തുതിക്കുന്നത്? ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. അർദ്ധമാത്രാ സ്ഥിതാ നിത്യ യാവനുച്ചര്യ വിശേഷതഃ ത്വമേവ സാ ത്വാം സാവിത്രി ത്വം ദേവി ജനനീ പരാ. അർദ്ധമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യയായും വിശേഷണ ഉച്ചരിക്കാൻ പാടില്ലാത്തവളായും ഇരിക്കുന്ന ദേവി നിന്തിരുവടിയാകുന്നു. ഹേ ദേവി, ഗായത്രിയും ഉത്കൃഷ്ടയായ മാതാവും നിന്തിരുവടി തന്നെ. അപ്പോ അർദ്ധമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യയായും വിശേഷണ ഉച്ചരിക്കാൻ പാടില്ലാത്തവളായും ഇരിക്കുന്ന ദേവി നിന്തിരുവടിയാകുന്നു. ആ ദേവി ഗായത്രിയും ഉത്കൃഷ്ടയായ മാതാവും ആകുന്നു. അപ്പോൾ ഗായത്രി ദേവി എന്ന് പറയുന്നതും ആ ദേവി തന്നെയാണ്, അല്ലേ? നമ്മൾ ഗായത്രി മന്ത്രം പറയാറില്ലേ? ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതായത് ദുർഗാദേവി, അതായത് ആ രൂപത്തിലിരിക്കുന്ന ആ ഗായത്രി ദേവിയും ദേവി തന്നെയാകുന്നു. അപ്പോൾ ഭദ്രയും ദേവി തന്നെ ആകുന്നു. അതുപോലെ ദുർഗയും ആ ദുർഗാരൂപത്തിലിരിക്കുന്ന ആ ഗായത്രി ദേവിയും ദേവി തന്നെ ആകുന്നു എന്നാണ് പറയുന്നത്. പ്രണവ സ്വരൂപത്തെ ഭഗവാൻ ദത്താത്രേയൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അകാര ഉകാര മകാരങ്ങൾ സത്വരജസ് തമോ ഗുണ രൂപങ്ങളും അർദ്ധമാത്ര യോഗികളാൽ പ്രാപിക്കപ്പെടാവുന്നതായ നിർഗുണവുമാകുന്നു. അതിനെ ഗാന്ധാര സ്വരാശ്രയം നിമിത്തം ഗാന്ധാരി എന്നും പറയുന്നു. ആ മാത്ര സഹസ്രാര പത്മത്തിൽ ഉറുമ്പിഴയുന്നത് പോലെ സ്പർശിക്കുന്നതായി യോഗികൾക്ക് കാണാവുന്നതാണ്. അതായത് ഈ ഗാന്ധാരി എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് സത്വരജസ് തമോ ഗുണങ്ങളെയാണ് പറയുന്നത്. അതിന് നമ്മൾ യോഗനിദ്ര ചെയ്യുന്ന സമയത്ത് സഹസ്രാര പത്മത്തിൽ സഹസ്രാര പത്മം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഉറുമ്പരിയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും, തോന്നും. ഇത് എന്ന് പറയുന്നതാണ് ദേവിയുടെ പ്രസൻസ്. നമ്മുടെ ശരീരത്തിലെ ആ ഒരു പ്രസൻസ് കാണിക്കുന്നതാണ്, ആ യോഗ കാണിക്കുന്നതാണ്. എന്താണ് പറയുന്നത്? ഗാന്ധാരി എന്ന് പറയുന്ന ഈ സത്വരജസ് തമോ ഗുണ സ്ഥിതയായ ദേവിയുടെ ആ പ്രഭാവം എന്ന് പറയുന്നത്. വ്യക്താതു പ്രഥമാ മാത്ര ദ്വിതീയാ വ്യക്ത സഞ്ചിത മാത്ര തൃതീയ ചിക്ചത്തിരർദ്ധമാത്ര പരംപദം. പ്രഥമ മാത്ര ഹ്രസ്വവും വ്യക്തവും, രണ്ടാമത്തെ മാത്ര ദീർഘവും അവ്യക്തവും, മൂന്നാമത്തേത് പ്ലുതവും ചിച്ചക്തി രൂപവും, അർദ്ധമാത്ര പരമപദവും, സ്ഥൂല ശ്രോതങ്ങൾക്കും വാക്കുകൾക്കും വിഷയമല്ലാത്തതും സൂക്ഷ്മ ശോസ്ത്ര വിഷയവുമാണ്. ഹ്രസ്വാദു പ്രഥമാ മാത്ര
ദ്വിതീയാ ദീർഘസഞ്ചിതാ തൃതീയാ തു പരാർദ്ധ്യാഖ്യാ വചസഃ സാനഗോചരാം. ദേവജനനി എന്നും ഇതിന് പാഠമുണ്ട്. സുധാ ത്വമക്ഷരേ വിശേഷതഃ സ്വാഹാ. തോയതൈൽ ധാര്യതേ വിശ്വം തോയതൈൽ സൃജ്യതേ ജഗൽ തോയതൈൽ പാല്യതേ ദേവി ത്വൽസമന്ത്യേ ച സർവതാം. ഹേ ദേവി, ഈ ജഗത്ത് നിന്തിരുവടി സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ഒടുവിൽ സംഹരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പിന്നെയും പിന്നെയും നിന്തിരുവടിയാൽ ഈ പ്രപഞ്ചം ധരിക്കപ്പെടുന്നു. അല്ലയോ ദേവി, ബ്രാഹ്മീ ശക്തിയായ നിന്തിരുവടിയാൽ ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെടുകയും വൈഷ്ണവീ ശക്തിയായ നിന്തിരുവടിയാൽ ഈ ജഗത്ത് ദുഃഖത്തിൽ നിന്നും രക്ഷിക്കപ്പെടുകയും നിന്തിരുവടി രൗദ്രീ ശക്തിയായിട്ട് ഈ ജഗത്തിനെ അവസാനത്തിൽ സംഹരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പിന്നെയും പിന്നെയും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന 3 വിധ ലക്ഷണത്തോടു കൂടിയ ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ബ്രഹ്മ്യാ ദിവ്യാപദേശാഭിന്നയായി ഏകാശക്തിയായിരിക്കുന്ന നിന്തിരുവടിയാൽ തന്നെ ധരിക്കപ്പെടുന്നു. അപ്പോ അല്ലയോ ബ്രാഹ്മിശക്തിയായ ദേവി എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? ഈ ജഗത്ത് സൃഷ്ടിക്കുന്നു. ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെടുന്നത് ബ്രാഹ്മീ ശക്തിയായിട്ടുള്ള ദേവിയാണ്. ബ്രാഹ്മീ ദേവിയാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. അതുപോലെ വൈഷ്ണവീ ശക്തിയായ നിന്തിരുവടിയാൽ ഈ ജഗത്ത് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതായത് വൈഷ്ണവീ ശക്തിയായിട്ടുള്ള ദേവിയാണ് ഈ ജഗത്തിനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ വൈഷ്ണവീ ശക്തിയായിട്ടുള്ള ദേവി ഈ ജഗത്തിനെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് അതിൽ സന്തോഷം കൊടുത്തുകൊണ്ട് ദേവി പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള വൈഷ്ണവീ ദേവീനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടത് വൈഷ്ണവീ ദേവീനെയാണ്. കാരണം നമ്മുടെ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം പരിശ്രമിക്കേണ്ടത്, അല്ലെ? ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള പ്രളയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ പ്രളയത്തെ സംരക്ഷിക്കാനും അതുപോലെ നമുക്ക് ഇനി ഒരു വലിയൊരു ദുരന്തം വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അതെല്ലാം ശരിയാക്കാനും അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നമുക്ക് ആ വൈഷ്ണവീ രൂപത്തിലിരിക്കുന്ന ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ അങ്ങനെ വൈഷ്ണവീ രൂപത്തിലിരിക്കുന്ന ദേവിയാണ് രണ്ടാമത് വരുന്നത്. അതുപോലെ നിന്തിരുവടി രൗദ്രശക്തിയായിട്ട് ഈ ജഗത്തിനെ അവസാനത്തിൽ സംഹരിക്കുകയും ചെയ്യുന്നു. പിന്നീട് രൗദ്രശക്തിയായിട്ടുള്ള ദേവിയാണ് രുദ്രന്റെ ശക്തിയായിട്ടുള്ള ദേവിയായിട്ടിരിക്കുന്നു. ആ ദേവിയാണ് അവസാനത്തിൽ നമ്മുടെ ഈ ലോകത്തിനെ, ഈ ഭൂമിയെ സംഹരിക്കുന്നത്. അതായത് ഭൂമിയിലെ അധർമ്മങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്ന സമയത്ത് ഭഗവാനും ആ രൂപം എടുക്കും. അതുപോലെ ഭഗവതിയും ആ രൂപം എടുത്തിട്ട് ആ രൗദ്ര രൂപത്തിൽ വന്നിട്ട് ഈ ജഗത്തിനെ സംഹരിക്കുന്നതും ഈ ദേവി തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പിന്നെയും പിന്നെയും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന 3 വിധ ലക്ഷണത്തോടു കൂടിയ ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ബ്രഹ്മാ ദിവ്യ പദേശാഭിന്നയായി ഏകശക്തിയായിരിക്കുന്ന നിന്തിരുവടിയാൽ തന്നെ ധരിക്കപ്പെടുന്നു. അങ്ങനെ ഈ ദേവിയാൽ തന്നെയാണ് ഈ പ്രപഞ്ചം ധരിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. വിസൃഷ്ടൗ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതി രൂപാന്തേ ജഗേദഭ്യസ്യ ജഗന്മയേ. അല്ലയോ ജഗത് രൂപിണിയായ ദേവി, നിന്തിരുവടി ഈ ജഗത്തിന്റെ വിശേഷണതയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപയും പാലനത്തിൽ സ്ഥിതിരൂപയും അപ്രകാരം അവസാനത്തിൽ സംഹാരരൂപയുമാകുന്നു. അങ്ങനെ ജഗദ്രൂപിണിയായ ദേവി തന്നെയാണ് സൃഷ്ടിയിൽ സൃഷ്ടിരൂപയാകുന്നതും അതുപോലെ സ്ഥിതിപാലനത്തിൽ സ്ഥിതിരൂപയാകുന്നതും അവസാനം സംഹാരത്തിൽ സംഹാരരുദ്രയാവുന്നതും ഈ ദേവി തന്നെയാണ്. സൃഷ്ടിക്കും കർത്തിക്കും പാലനത്തിനും പാലയത്രിക്കും സംഹാരത്തിനും സംഹാർത്തിക്കും അഭേദം തന്നെ എന്ന് സാരം. ബ്രഹ്മശക്തി സൃഷ്ടിക്കുന്നു എന്നുള്ളത് വ്യാപദേശം മാത്രമാണ്. വാസ്തവത്തിൽ സൃഷ്ടാദികൾ ചെയ്യുന്നത് നിന്തിരുവടി തന്നെ, ഞാനല്ല എന്ന് ബ്രഹ്മാവിന്റെ വാക്ക്. അതായത് ബ്രഹ്മാവിന്റെ കൂടെ ഇരിക്കുന്ന സരസ്വതീ ദേവി തന്നെയാണ് ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവും സരസ്വതിയും കൂടെ ചേരുമ്പോഴാണ് ഈ സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ദേവി സരസ്വതി തന്നെയാണ് ആ സൃഷ്ടിയെ ഉണ്ടാക്കുന്നത്, അല്ലാതെ ബ്രഹ്മാവല്ല എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പോലും പറയുന്നത്. അതിന് ബ്രഹ്മാവിനെ സഹായിക്കുന്നതും ഈ സരസ്വതി ദേവിയാണ് എന്നാണ് പറയുന്നത്. മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹാ ച ഫബതി മഹാദേവി മഹാസുരി.
മഹതിയായിരിക്കുന്ന പരബ്രഹ്മ വിഷയജ്ഞാനരൂപയും മഹതിയായും അനാത്മാവിൽ ആത്മാവാണെന്നും ആത്മാവിലും അനാത്മാവാണെന്നും ഉള്ളതായും ഇരിക്കുന്ന ബുദ്ധിയും ധാരണാമതിയായി ഇരിക്കുന്ന ബുദ്ധിയും വേദവിദ്യയും സംസാരശക്തിയും മഹാദേവ പത്നിയും മഹാസുര ശക്തിയും നിന്തിരിവടിയാകുന്നു. അപ്പോ മഹതിയായിരിക്കുന്ന പരബ്രഹ്മ വിഷയജ്ഞാനരൂപയും മഹതിയായും അനാത്മാവിൽ ആത്മാവാണെന്നും ആത്മാവിലും അനാത്മാവാണെന്നും ഉള്ളതായിരിക്കുന്ന ബുദ്ധിയും നമ്മുടെ ബുദ്ധിയും ധാരണാവതിയായിരിക്കുന്ന ബുദ്ധിയും വേദവിദ്യയും സംസാര ശക്തിയും അതുപോലെ മഹാദേവ പത്നിയും മഹാസുര ശക്തിയും നിന്തിരിവടിയാകുന്നു. അപ്പോൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ശക്തി നമുക്ക് എന്താണ് നമ്മുടെ ബുദ്ധി ഇതെല്ലാം തന്നെ മഹാദേവ പത്നിയായിട്ടുള്ള ദേവിയാണ്, പാർവതി ദേവിയാണ്, ആ ആദിപരാശക്തി ദേവിയാണ് എന്നാണ് പറയുന്നത്. ആ ദേവിയാണ് സർവവിഷയായും ഒന്നിനെ മറ്റൊന്നായി തോന്നിപ്പിക്കുന്നതായും ഉള്ള ശക്തിയാണ്. മഹാമോഹ ഭഗവതി മഹാദേവി മഹേശ്വരി. ബ്രഹ്മാദികളെയും മോഹിപ്പിക്കുന്ന അവിദ്യാശക്തി മഹാസുരി, മഹത്തായും ദേവപരാജയത്തെ ചെയ്യുന്നതായും ഉള്ള അസുരശക്തി മഹത്തായ സുരശക്തി എന്നും പറയുന്നു. പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്ര മഹാരാത്ര മോഹരാത്രിഞ്ച ദാരുണാം. സത്വരജസ് തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന സർവത്തിന്റെയും പ്രകൃതി നിന്തിരുവടിയാകുന്നു. കാളരാത്രിയും മഹാരാത്രിയും പരിഹാരമില്ലാത്തതായ മോഹരാത്രിയും നിന്തിരുവടി തന്നെ. വാസ്തവത്തിൽ ഈ രാത്രി ശബ്ദങ്ങൾ വിശേഷ തിഥികളെ സംബന്ധിച്ച രാത്രികളുടെയും തദഭിമാനി ദേവതകളുടെയും പേരുകളായിട്ടാണ് തന്ത്രരാജ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ദേവതാത്രയ സമഷ്ട രൂപിണിയായി യോഗനിദ്രയെ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സ്തോത്രത്തിന് രാത്രി സൂക്തം എന്ന നാമം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ ദേവി എന്ന് പറയുന്നത് സ്ഥിതികാരണിയായിട്ടിരിക്കുന്ന വിഷ്ണുവിന്റെ കൂടെ ഇരിക്കുന്ന ആ വൈഷ്ണവി എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിതികാരണയായിട്ടുള്ള ദേവിയാണ്. ആ ദേവീനെയാണ് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ആ ദേവി എന്ന് പറയുന്നത് വൈഷ്ണവി ദേവിയാണ്. അതുപോലെ താമസരൂപിണിയായിട്ടിരിക്കുന്നത് അവസാനം ഈ ഭൂമിയെ സംഹരിക്കാൻ വേണ്ടി രുദ്രൻ വരുമ്പോൾ രുദ്രന്റെ കൂടെ, അതായത് ശിവഭഗവാന്റെ കൂടെ പാർവതി ദേവിയായിട്ടിരിക്കുന്ന ആ താമസീ രൂപിയും ദേവി തന്നെയാണ് എന്നാണ് പറയുന്നത്. ദ്രംഷ്ടകരാള കാലാഗ്നി രുദ്രകൽപാതിദാരുണ മോഹരാത്ര മോഹതനു ജഗൽ സൂത്രേ ജഗൽകരീ മഹാമോഹ ഗുണത്രയ വിഭാവിനി സ്വാഹ. അപ്പോ ഭഗവാന്റെ രുദ്രന്റെ കൂടെ ഇരിക്കുന്ന ദേവിയും ഭദ്രകാളിയും എല്ലാം തന്നെ ദേവി താമസീ രൂപത്തിലിരിക്കുന്ന ആ ദേവിയാണ്, ആ ആദിപരാശക്തിയാണ്. ത്വം ശ്രീമസ്ത്വമീശ്വരീ ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണ ലജ്ജാ പുഷ്ടിസ്തദാ തുഷ്ടിസ്ത്വം ശാന്തിഃ ശാന്തിരേവച. ലക്ഷ്മിയും ഈശ്വര പത്നിയും ലജ്ജയും നിശ്ചയാത്മികയായ ബുദ്ധിയും ചെയ്യുവാനുള്ളതിൽ അജ്ഞാന ശങ്ക കൊണ്ടുള്ള ദുഃഖവും വളർച്ചയും നിന്തിരുവടിയാകുന്നു. അപ്രകാരം സന്തോഷവും മനസമാധാനവും ക്ഷമയും നിന്തിരുവടി തന്നെ. അപ്പോ ഈശ്വര പത്നിയും ലജ്ജയും ലജ്ജയുണ്ടാവുന്നതും നിശ്ചയാത്മികമായ ബുദ്ധിയും ചെയ്യുവാനുള്ളതിൽ ആജ്ഞാശങ്ക കൊണ്ടുള്ള ദുഃഖവും വളർച്ചയും നിന്തിരുവടി തന്നെയാകുന്നു. അപ്രകാരം സന്തോഷവും മനസ്സമാധാനവും ക്ഷമയും നിന്തിരുവടി തന്നെ. അപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്നതും നമുക്ക് മനസ്സമാധാനം തരുന്നതും ക്ഷമിക്കാനുള്ള കഴിവ് തരുന്നതും എല്ലാം ആ ദേവി തന്നെയാണ്, ആ വൈഷ്ണവി ദേവി, ആ ദേവി തന്നെയാണ് എന്നാണ് പറയുന്നത്. ഹ്രീ എന്നുള്ളതിൽ അനുസ്വാരം എന്ന് ചേർത്താൽ ഭുവനേശ്വരി ബീജവും ദേവീ പ്രണവവും ആയിത്തീരും. അപ്പം ഹ്രീം അനുസ്വാരം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ദേവിയുടെ ഭുവനേശ്വരി ബീജവും അതുപോലെ ദേവീ പ്രണവവും ആയി തീരുമെന്നാണ് പറയുന്നത്. അതായത് ഓം ഹ്രീം ത്വം ഹ്രീ ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. കാളരാത്രി ബോധലക്ഷണ സ്വാഹ ഖഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥാ ശങ്കിനി ചാപിനി ബാണ ഹുഷുണ്ടി പരിഹായുതാം. അല്ലയോ ചണ്ഡികേ, നിന്തിരുവടി ഖഡ്ഗിനിയും ശൂലിനിയും ഗദിനിയും ചക്രണിയും ശങ്കിനിയും ചാപിനിയും ബാണത്തോടു കൂടിയവളും പരിഘായുധയും ആയിട്ട് ഘോരയായി അത്യുഗ്രദർശിനിയായിരിക്കുന്ന ഭുഷുണ്ടി എന്ന് പറയപ്പെടുന്നു.
അപ്പോ ദേവിയുടെ ആ ആയുധങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭുജാവിരിഷ്ടഭീഹ ശത്രു നഷ്ടാവഷ്ടാഭിരായുധൈഹ മുണ്ടയതൃക ചണ്ഡീഭിർ ഹുഷുണ്ഡീ ചണ്ഡികാ സ്മൃത ഉദ്ദീണ്ഡയോധിഢിയാ ചപ്രാപ്യ നന്ദനീ ദർശികർത്തികാം ക്രമദേവാ നദാം ഗീയ സാഹുഷുണ്ഡീ നിഗദ്യതേ. ഇതുകൊണ്ട് ബാണഹുഷുണ്ഡി പരിഹായുധ എന്ന് ഒരു പദമായി പറയുന്നത് ദുർവ്യാഖ്യാനമാകുന്നു. ഹുഷുണ്ഡി ആയുധ വിശേഷമായി പറയുന്നത് ശരിയല്ല. ഈ ശ്ലോകം കൊണ്ട് കാളി 10 കൈകളോട് കൂടിയവളാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഇതുകൊണ്ട് ഈ ശ്ലോകം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് കാളി എന്ന് പറയുന്ന ദേവി ഭദ്രകാളി 10 കൈകളോട് കൂടിയ ദേവിയാണ് എന്നാണ് പറയുന്നത്. യോഗനിദ്രാഹരേ തുക്ത മഹാകാളി തമോ ഗുണ മധുകൈഡഭനാ ശർദം യാം തുഷ്ടവാംബുജാസനഃ ദശവക്ത്രാ ദശഭുജാ ദശപാദാജ്ഞനപ്രഭാ ഖഡ്ഗബാണാ ഗദാശൂലാ ശംഖചക്രാ ഹുഷുണ്ഡിഫൃൻ പരിഗം കാർമുകം ശീർഷം നിച്ചോദദ്രുതിരം ദദൗ യേഷാ സാ വൈഷ്ണവീ മായാ മഹാകാളി ദുരത്യയാ ലജ്ജാപുഷ്ടി ചക്രിണീ തഥാ സ്വാഹ. അതായത് ഈ ദേവി, അതായത് ഭദ്രകാളി, നമ്മൾ എന്ന് പറയുമ്പോൾ ഭദ്രകാളി എന്നാണല്ലേ പറയുന്നത്. നമ്മുടെ എല്ലാം കുടുംബദേവിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത്, ഭദ്രമാക്കുന്ന, നമുക്കുള്ളതെല്ലാം ഭദ്രമാക്കുന്ന ദേവിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്, കാളരാത്രി എന്ന് പറയുന്നത്. ആ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഭദ്രമാകുന്നതാണ്, നമ്മളെ സംരക്ഷിക്കുന്നതാണ്. വലിയൊരു സംരക്ഷണ വലയമാണ് ദേവി, വലിയ സംരക്ഷണം നമുക്ക് തരുന്നതാണ്. അപ്പൊ ആ കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബക്ഷേത്രങ്ങളിൽ പോവുക. ആ കുടുംബദേവിയുടെ പ്രീതി ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ സ്വത്തിനും ജീവനും എല്ലാം നമ്മൾക്ക് സംരക്ഷണം കിട്ടുകയുള്ളൂ. അപ്പൊ ആ സംരക്ഷിക്കുന്ന ദേവിയാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രപഞ്ചത്തെയും സംരക്ഷിക്കാൻ ആ ദേവിക്ക് കഴിയും. നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ദുഷ്ടശക്തികളെല്ലാം നിഗ്രഹിക്കുന്നതും ആ ഭദ്രകാളി ദേവിയാണ്. അപ്പൊ ആ ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് നമ്മയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആ ഭദ്രകാളി ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കാം. സൗമ്യതരാശേഷ സൗമ്യേ വസ്തുതി സുന്ദരി പരാപരാണം പരമാ ത്വമേവാ പരമേശ്വരി. ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്ക വണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളും അതിശാന്തയും സകല സുന്ദര പദാർത്ഥങ്ങളിലും വച്ച് അതിസുന്ദരിയും ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ അത്യുത്കൃഷ്ടയും പരമേശ്വര പത്നിയും നിന്തിരുവടി തന്നെ ആകുന്നു. അപ്പോ ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്ക വണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളും അതിശാന്തയും, ദേവിക്ക് ആ ശാന്ത സ്വരൂപവുമുണ്ട്. അങ്ങനെ അതിശാന്തയും സകല സുന്ദര പദാർത്ഥങ്ങളിലും വെച്ച് അതിസുന്ദരിയും, സകല സുന്ദര പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അതിലെല്ലാം വെച്ച് തന്നെ അതിസുന്ദരിയും ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ അത്യുത്കൃഷ്ടയും, ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും ഒക്കെ കാൾ അത്യുത്കൃഷ്ടയും, അതുപോലെ പരമേശ്വര പത്നിയായ പാർവതിയും നിന്തിരുവടി തന്നെ ആകുന്നു. അങ്ങനെ പരമേശ്വര പത്നിയായിട്ടുള്ള ആ പാർവതീ ദേവിയും നിന്തിരുവടി തന്നെ ആകുന്നു. ഈശ്വരീ സ്വാമിനി ദുർഗാ ലോകാനാം വ്യാപികാ ച സാം യച്ച കിഞ്ചിൽ ക്വചിസ്തസ്തു സദസ്സദ്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തിഃ സാ ത്വം കിം സ്തൂയസേ തതാം. അലയോ സർവാർദ്ധികേ, അലയോ സർവാത്മികേ, എന്നും നിലനിൽക്കുന്നതായും വേഗത്തിൽ നശിച്ചു പോകുന്നതായും ഈ പ്രപഞ്ചത്തിൽ യാതൊരു ചെറുതായ വസ്തുവും ഭവിക്കുന്നുവോ അതിൻ്റെ എല്ലാം ശക്തി നിന്തിരുവടിയാകുന്നു. അപ്പോൾ എങ്ങനെ ഞാൻ നിന്തിരുവടിയെ സ്തുതിക്കുന്നു? അപ്പോ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ യാതൊരു ചെറുതായ വസ്തു ഭവിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ശക്തി എന്ന് പറയുന്നത്, അതിനെല്ലാം ശക്തി കൊടുക്കുന്നത് എന്ന് പറയുന്നത് ആ ദേവി തന്നെ ആകുന്നു, നിന്തിരുവടി തന്നെ ആകുന്നു. അങ്ങനെയുള്ള ആ ദേവിയെ എങ്ങനെയാണ് ഭജിക്കാതിരിക്കാൻ കഴിയുക അല്ലേ? അങ്ങനെയുള്ള ആ ദേവിയെ, നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പദവും പദാർത്ഥവും അതുകളെ കൊണ്ട് ചെയ്യപ്പെടുന്ന സ്തുതിയും സ്തുതിക്കുന്നവനും സ്തുത്യവും ഇവയുടെ എല്ലാ ശക്തിയും നിന്തിരുവടി തന്നെ. നിന്തിരുവടിയിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ലാത്തത് നിമിത്തം ഭേദബുദ്ധിയോട് കൂടിയ ഈ സ്തുതി എങ്ങനെ യഥാർത്ഥമായി ഭവിക്കുന്നു? ഇപ്രകാരം പറഞ്ഞത് തന്നെ പരമാവധിയായ സ്തുതി, ഇതിൽ നിന്ന് അപരമായ സ്തുതി ഒന്നുമില്ല എന്ന് താല്പര്യം.
അതായത് ദേവിയെ സ്തുതിക്കാതെ മറ്റാരെയാണ് സ്തുതിക്കേണ്ടത് അല്ലേ? ദേവീനെ അത്രയും നമുക്ക് ദേവീനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അത്രയും നമുക്ക് നമ്മെ സംരക്ഷിക്കുന്നത്, നമുക്ക് സൃഷ്ടി തരുന്നത്, സൃഷ്ടിക്ക് വേണ്ടി സഹായിക്കുന്നത്, നമ്മളെ അതായത് നമ്മെ സംരക്ഷിക്കുന്ന ദേവി, അവസാനം എല്ലാം ദുഷ്ടരെയെല്ലാം നിഗ്രഹിച്ച് സംഹരിക്കുന്ന ദേവി, എല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന ദേവിയാണ്. ആ ദേവീനെ നമ്മൾ ഭജിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ആ ദേവീനെ അല്ലാതെ മറ്റാരെയാണ് നമ്മിപ്പോൾ ഭജിക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലേ? യയാ ത്വയാ ജഗൽ സൃഷ്ട ജഗൽ പാദാവതിത്തയോ ജഗൽ സോഭവി നിദ്രാവശം നീതഃ കസ്ത്വാം സ്തോതുമിഹേശ്വരഃ. ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നവനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും നിന്ദ്രവടി നിദ്രാധീനയാക്കി ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന നിന്ദ്രവടിയെ സ്തുതിക്കുന്നതിന് ആര് സമർത്ഥനായി തീരുന്നു? ബ്രഹ്മാകാരേണ ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായും വിഷ്ണു രൂപേണ രക്ഷിക്കുന്നവനായും രുദ്രാത്മനാ ഭക്ഷിക്കുന്നവനായും ഇരിക്കുന്ന ആ ഈശ്വരനായ വിഷ്ണുവും കൂടി യാതൊരു നിദ്രയായ നിന്ദ്രിവടിയാൽ നിദ്രാധീനത്വത്തെ പ്രാപിക്കപ്പെടുന്നു. അങ്ങനെയുള്ള നിന്ദ്രിവടിയെ സ്തുതിക്കുന്നതിന് ആരാണ് സമർത്ഥൻ? ആരുമില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ദേവിയെ സ്തുതിക്കാൻ ആരാണ് സമർത്ഥൻ അല്ലേ? അപ്പോ ബ്രഹ്മാവിന് സൃഷ്ടി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സരസ്വതീ ദേവിയാണ്. അതുപോലെ വിഷ്ണു ഭഗവാന് സ്ഥിതി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആ വൈഷ്ണവീ രൂപിയായ ലക്ഷ്മി ദേവിയാണ്. അതുപോലെ രുദ്രന് സംഹാരം ചെയ്യാൻ വേണ്ടി രുദ്ര ഭഗവാന് വിഷ്ണുവിന് ശിവഭഗവാന് ആ സംഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നതും ആ ദേവിയായ പാർവതീ ദേവിയാണ്, ആ ഭദ്രാദേവിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. വിഷ്ണുഃ ശരീരഗ്രഹണമഹമീശാനയേവ ച കാരിതാസ്തയേസ്ത്വം ഹാക സ്തോതും ശക്തിമാൻ ഭവേൽ. വിഷ്ണുവും ഞാനും രുദ്രനും നിന്ദ്രിവടി നിമിത്തം ശരീരഗ്രാഹികളായി തീർന്നതുകൊണ്ടു അവിടുത്തെ സ്തുതിക്കുന്നതിന് ആര് ശക്തിമാനായി തീരുന്നു? ആരും തീരുന്നില്ല എന്ന് സ്ഥാനം. അപ്പോൾ വിഷ്ണുവും അതുപോലെ ബ്രഹ്മാവും രുദ്രനും എല്ലാം തന്നെ ദേവിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ദേവിയെ സ്തുതിക്കുന്നതിന് ആരാണ് ശക്തിമാനായി തീരുന്നത്? ആരും തീരുന്നില്ല എന്ന് സാരം എന്ന് പറയുകയാണ്. ആ ദേവി തന്നെയാണ് ഈ പറയുന്ന വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും എല്ലാം സൃഷ്ടിച്ചത്. ശരീരമുള്ളവനെല്ലാം നിന്ദ്രിവടിയെ സ്തുതിക്കുന്നതിന് അസമർത്ഥൻ തന്നെ. വിദേഹനയാ മുക്തൻ തദ്രൂപനാകൊണ്ട് നിന്ദ്രിവടിയെ എങ്ങനെ സ്തുതിക്കുന്നു? അപ്പോ ദേവീനെ സ്തുതിക്കാൻ പോലും ആരും ഇതല്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഹത്വമാണ് ദേവിയുടെ ആ ഒരു പ്രഭാവം, ദേവിയുടെ ആ ശക്തി, ദേവിയുടെ ആ ഇതെന്ന് പറയുന്നത് അത്രയും പ്രഭാവമുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സ്വാത്വമിദ്വം പ്രഭാവൈഹ സ്വരുദാരൈർദേവീ സംസ്തുതാ മോഹയത്തൗ ദുരാദർശാവസുരൗ മധുകൈടഭൗ. അല്ലയോ ദേവി, ആ നിന്ദ്രിവടി ഇങ്ങനെ സാത്മീയങ്ങളായി ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന മഹാത്മ്യങ്ങളെ കൊണ്ട് സമ്യക്കാക്കും വണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് ഈ ദുരാദർശന്മാരായിരിക്കുന്ന മധുകൈടഭന്മാരെന്ന അസുരന്മാരെ മോഹിപ്പിച്ചാലും. അല്ലയോ ദേവി, ഇപ്പോൾ വർണ്ണിച്ചതുപോലെ ഉത്കൃഷ്ടങ്ങളായി സരളങ്ങളായി ശ്രേഷ്ഠങ്ങളായി ആത്മവിഷയങ്ങളായിരിക്കുന്ന സാമർഥ്യ വിശേഷങ്ങളെ കൊണ്ട് നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് ഈ ജഗത്തിനെ എല്ലാം മോഹിപ്പിക്കുന്നവളായ നിന്ദ്രിവടി ഈ പരാക്രമികളായിരിക്കുന്ന മധുകൈടഭന്മാരെ അവിവേകികളാക്കി ചെയ്താലും മോഹിപ്പിച്ചാലും കാരിതാസ്തേ ദേവി സംസ്തുതാ സ്വാഹ. അങ്ങനെ ബ്രഹ്മാവ് പറയുകയാണ്, ഈ ദുഷ്ടന്മാരായിരിക്കുന്ന മധുകൈടഭന്മാരെ അങ്ങനെയുള്ള ദേവി അങ്ങ് മോഹിപ്പിച്ചാലും, എന്നിട്ട് മോഹിപ്പിച്ച് ആ ദുഷ്ടന്മാരെ വധിച്ചാലും എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. പ്രബോധഞ്ച ജഗൽ സ്വാമി നീയതാമച്യുതോലകൂ ബോധച്ചാക്രിയതാമസ്യ ഹന്തുമേധൗ മഹാസുരൗ. നിന്ദ്രിവടിയാൽ ജഗന്നാഥനായിരിക്കുന്ന അച്യുതൻ വേഗത്തിൽ ജാഗരണത്തെ പ്രാപിക്കട്ടെ. ഈ വിഷ്ണു ഭഗവാന് ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ഉത്സാഹത്തോടു കൂടിയ ബുദ്ധിക്ഷമതയെയും ബുദ്ധിന്മേഷത്തെയും ചെയ്യപ്പെടണം. അങ്ങനെ ദേവിയാൽ നിന്ദ്രിവടിയാൽ ജഗന്നാഥനായിരിക്കുന്ന അച്യുതൻ വേഗത്തിൽ ജാഗരണത്തെ പ്രാപിക്കട്ടെ. ഈ വിഷ്ണു ഭഗവാന് ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് ഉത്സാഹത്തോടു കൂടിയുള്ള ബുദ്ധിക്ഷേമത്തെയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ അത് വധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശക്തി കൊടുക്കുന്നതും ദേവി തന്നെയാണ് അല്ലേ? അങ്ങനെ ദേവി ആ ദുഷ്ടന്മാരെ വധിക്കാനുള്ള ആ ഒരു ശക്തി ആ വിഷ്ണു ഭഗവാന് കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്.
ഇവിടെ ബ്രഹ്മാവിനെ രക്ഷിക്കുന്നതും മധുകൈടവ വധവും വിഷ്ണുവിനാൽ ചെയ്യപ്പെടുന്നു എങ്കിലും ശിഷ്യാധ്യായനം ആചാര്യ സാമർഥ്യം കൊണ്ടെന്ന പോലെ ഭഗവാന് വിധവിഷയമായ ഉത്സാഹ ബുദ്ധ്യുന്മേഷ പ്രേരണാദികൾ ദേവിയാൽ ചെയ്യപ്പെടുന്നത് കൊണ്ട് അവയും ആ മഹാമായയാൽ തന്നെയാണ് ചെയ്യപ്പെടുന്നത് എന്ന് താല്പര്യം. അതായത് വിഷ്ണു ഭഗവാനാണ് ഈ മധുകൈടഭന്മാരെ വധിക്കുന്നതെങ്കിലും അതിനുള്ള ശക്തി പകർന്നു കൊടുക്കുന്നത് ആരാണ്? ദേവിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. മോഹയത്തൗമച്യുതോ ലഘു സ്വാഹ ബോധഞ്ച ക്രിയതാം മഹാസുരൗ സ്വാഹ. അങ്ങനെ ഈ മഹാസുരന്മാരായ മധുകൈടഭന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവിയുടെ ശക്തി പകർന്നു കൊടുക്കാനാണ് ആര് പറയുന്നത്? ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനോട് ദേവിയോട് പറയുന്നത്. ഋഷിരുവാചഃ ഏവം സ്തുതാ തഥാ ദേവി താമസി തത്ര വേദസാ വിഷ്ണോഃ പ്രബോധനാർത്ഥായ നിഹന്തും മധുകൈടഭൗ നേത്രാസ്യ നാസികാ ബാഹു ഹൃദയേഭ്യസ്തദോരസഃ നിർഗമ്യ ദർശനേ തൽസൗ ബ്രഹ്മണോ വ്യക്തജന്മനാം. ആ പ്രളയകാലത്തിൽ വിഷ്ണുവിന്റെ നാഭീപത്മത്തിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട നിദ്രാത്മികയായ താമസീ ദേവി മധുകൈടഭന്മാരെ നിഗ്രഹിക്കുന്നതിനും വിഷ്ണുവിനെ ഉണർത്തുന്നതിനുമായി വിഷ്ണുവിന്റെ കണ്ണ്, മുഖം, മൂക്ക്, ബാഹുക്കൾ, ഹൃദയം, വക്ഷസ് എന്ന സ്ഥാനങ്ങളിൽ നിന്ന് വെളിയിൽ പുറപ്പെട്ട് സ്വയംഭൂവായ ബ്രഹ്മാവിന്റെ ദർശന വിഷയത്തിൽ സ്ഥിതി ചെയ്തു. ബ്രഹ്മാവിന് പ്രത്യക്ഷമായി. ചരിത്രത്രയ ദേവതകളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതികൾ ക്രമേണ ബഹിർഭാഗത്ത് തമോ രജസ് സത്വരൂപികളായും അന്തർഭാഗത്തിൽ സത്വരജസ് തമോരൂപികളും ആകുന്നു. അതുകൊണ്ട് യോഗനിദ്ര തമോ ഗുണത്തോടു കൂടിയവളാണെങ്കിലും അന്തർഭാഗത്തിൽ സത്വഗുണ പ്രധാനയാകയാൽ ബഹിർഭാഗത്തിൽ വ്യാപിച്ചിരിക്കുന്ന തമോരൂപത്തെ സ്വരൂപാന്തരമായി ബ്രഹ്മാവിന്റെ മുൻപിൽ അവതരിപ്പിച്ചു എന്നും രഹസ്യം. ഇതുകൊണ്ടാകുന്നു തങ്ങളിൽ തന്ത്രങ്ങളിൽ മധുകൈടഭ കർത്തൃത്വം ദേവിക്കാണെന്ന് പ്രതിപാദിക്കുന്നത്. പുരുഷന്മാരോട് കൂടി ബാഹുയുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പുരുഷരൂപമായി അവരെ നിഗ്രഹിച്ചു എന്നാകുന്നു സ്ഥിതി. അപ്പോ പ്രളയകാലത്തിൽ വിഷ്ണുവിന്റെ നാഭീപത്മത്തിലിരിക്കുന്ന ബ്രഹ്മാവിനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടപ്പോൾ, അങ്ങനെ ബ്രഹ്മാവ് ഭഗവതിയെ സ്തുതിച്ചപ്പോൾ ദേവി എന്ത് ചെയ്യുകയാണ്? താമസീ ദേവിയായിട്ട് മധുകൈടഭന്മാരെ നിഗ്രഹിക്കുന്നതിനും വിഷ്ണുവിനെ ഉണർത്തുന്നതിനും വേണ്ടിയിട്ട് വിഷ്ണുവിന്റെ കണ്ണ്, മൂക്ക്, നഖം, ബാഹുക്കൾ, ഹൃദയം, വക്ഷസ് അങ്ങനെ എല്ലാ ശരീരത്തിൽ നിന്നും ദേവി ഇങ്ങനെ ഉത്ഭവിച്ചു വരികയാണ്. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ചരിത്ര ദേവതയായ മഹാകാളിയും അതുപോലെ മഹാലക്ഷ്മിയും മഹാസരസ്വതിയുമായിട്ട് ക്രമേണ ബഹിർഭാഗത്തിൽ തമോരജ സത്വരൂപികളായിട്ടും അന്തർഭാഗത്തിൽ സത്വരജസ് തമോരൂപികളായിട്ടും ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് യോഗനിദ്ര തമോ ഗുണത്തോട് കൂടിയവളാണെങ്കിലും യോഗനിദ്ര എന്ന് പറയുന്ന ദേവി തമോ ഗുണത്തോട് കൂടിയതാണെങ്കിലും അന്തർഭാഗത്തില് സത്വഗുണ പ്രധാനയാണ്. അന്തർഭാഗത്തിലെ ദേവി സത്വഗുണ പ്രധാനയാകയാൽ ബഹിർഭാഗത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉത്തസ്തൗ ജഗന്നാഥസ്തയാ മുക്തോ ജനാർദ്ദനഃ ഏകാർണവേവ ഹിയാശാനന്തഃ സദൃശ്യതേ ഹിശായാനാതതഃ സദൃശ്യതേ ദൃശ്യതേ ച തതോ മധുകൈടഭൗ ദുരാത്മാനാവതി വീരപരാക്രമൗ ക്രോധരക്തേഷണൗ ഹന്തും ബ്രഹ്മാണം ജനിതോദ്യമൗ. ഉത്തസൗ ച ജഗന്നാഥസ്തയാ മുക്തോ ജനാർദ്ദനഃ ഏകാർണവേവ ഹിയശയനാത്തതഃ സദൃശ്യേ ച തൗ മധുകൈടഭൗ ദുരാത്മാനവതി വീരപരാക്രമൗ ക്രോധരക്തേഷണൗ ഹന്തും ബ്രഹ്മാണം ജനിത്യോദ്യമൗ. ആ നിദ്രാദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ടവനായ ലോകനാഥനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ ഏകസമുദ്രത്തിൽ സർപ്പമാകുന്ന മെത്തയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ദുഷ്ടബുദ്ധികളായി അത്യുത്കൃഷ്ട പരാക്രമികളായി കോപം കൊണ്ട് ചുവന്നിരിക്കുന്ന കണ്ണുകളോട് കൂടിയവരായി ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിന് ഉത്സാഹത്തോടു കൂടിയവരായിരിക്കുന്ന ആ മധുകൈടഭന്മാരെ കണ്ടു. അങ്ങനെ ദേവിയുടെ ആ പ്രഭാവത്താൽ എന്ത് ചെയ്യുകയാണ്? വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഉണരുകയാണ്. വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഉണർന്നിട്ട് ആ ബ്രഹ്മാവിന്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവിനെ ഉപദ്രവിക്കാനായിട്ട് വരുന്ന രക്ത കണ്ണുകളൊക്കെ ഉള്ള ദുഷ്ടബുദ്ധികളായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള
ആ രണ്ട് അസുരന്മാരെ കാണുകയാണ്, മധുകൈടഭന്മാരെ. ഏകസമുദ്രത്തിൽ സർപ്പമാകുന്ന മെത്തിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ദുഷ്ടബുദ്ധികളായി അത്യുത്കൃഷ്ട പരാക്രമികളായി കോപം കൊണ്ട് ചുവന്നിരിക്കുന്ന കണ്ണുകളോട് കൂടിയവരായി ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിന് ഉത്സാഹത്തോടു കൂടിയവരായിരിക്കുന്ന ആ മധുകൈടഭന്മാരെ കണ്ടു. അങ്ങനെ ആ ദുഷ്ടന്മാരായ മധുകൈടഭന്മാരെ ഭഗവാൻ വിഷ്ണു കാണുകയാണ്. അതായത് ദേവി തന്നെ, ആ ദേവി നിദ്രാദേവി തന്നെ നിദ്രാദേവി എണീക്കുമ്പോഴാണ്, ഭഗവാനിൽ നിന്ന് എണീക്കുമ്പോഴാണ്, ഭഗവാനെ ഉണർത്തുമ്പോഴാണ് ഭഗവാൻ ഉണരുന്നത് എന്നാണ് പറയുന്നത്. ഭഗവാന് ആ യുദ്ധം ചെയ്യാനുള്ള ശക്തി പകർന്നു കൊടുക്കുന്നത് ആ ദേവിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഉണർന്നിട്ട്, വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഉണർന്നിട്ട് ആ ദുഷ്ടന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ നിദ്രാദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ട വിഷ്ണു ഏകാർണവത്തിൽ ശേഷനിൽ നിന്ന് എഴുന്നേറ്റിട്ട് ദുഷ്ടന്മാരായി പരാക്രമികളായി കോപത്തോടു കൂടിയവരായി ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിന് ശ്രമിക്കുന്നവരായി ഇരിക്കുന്ന മധുകൈടഭന്മാരെ കണ്ടു. അങ്ങനെ ദേവി എണീക്കുമ്പോഴാണ്, ദേവി ഉണർത്തുമ്പോഴാണ് ഭഗവാൻ ഉണരുന്നത് അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ നമ്മൾ പ്രസാദിക്കണമെങ്കിലും ആര് വിചാരിക്കണം? ദേവി തന്നെ വിചാരിക്കണം അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ദേവി ഇങ്ങനെ എണീറ്റതും ആ നാരായണൻ ഇങ്ങനെ വന്നിട്ട് ആ ദുഷ്ടന്മാരെ ഇങ്ങനെ നോക്കുകയാണ്. സമുദ്ദായ തൽസാവ്യം യുയിദേ ഭഗവാൻ ഹരിഹ പഞ്ചവർഷ സഹസ്രാണി ബാഹുപ്രഹരണോ വിഭൂ ന ചാതൗ യുദ്ധ വൈമുഖ്യം ശമം വ്യാപ്യുപമജ്ജന്മഗതു തതോ വിദ്യാമുഖാലോക സമുൽഭൂത മഹോത്സവഃ ഹരിരൂപേ വരോ മത്തോ യുവാഭ്യാം പ്രിയതാമിതേ നിശേമ്യേദദിഫോർവാക്യ അവലോക്യ പരസ്പരം. ഈ മധുകൈടഭന്മാർ 5000 വർഷം യുദ്ധം ചെയ്തിട്ടും ഇവർക്ക് ക്ഷീണമോ പരാജയമോ ഉണ്ടാകാതെ ഇരിക്കുന്നതിനുള്ള കാരണം അവർക്ക് സമ്മതത്താൽ മാത്രമേ മരണം ഉണ്ടാവുകയുള്ളൂ എന്ന വരം വാങ്ങിയിട്ടുള്ളതാണ് എന്ന് ഭഗവാൻ അറിഞ്ഞു. പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന മഹാമായ ദേവിയെ ദുഃഖത്തോടുകൂടി ഒന്ന് നോക്കിയതിന്റെ ഫലമായി ഉണ്ടായ കടാക്ഷം നിമിത്തം വളരെ സന്തോഷിച്ച് മധുകൈടഭന്മാരോട് വീരന്മാരായ നിങ്ങൾ എങ്കിൽ നിന്നും വരം വാങ്ങിയാലും എന്ന് പറഞ്ഞു. മഹാപ്രഭുവായ ഭഗവാന്റെ ഈ വാക്കിനെ കേട്ട് അവർ പരസ്പരം ഒന്ന് നോക്കിയിട്ട് അല്ലയോ കേശവ, ഭവാൻ ഞങ്ങളിൽ നിന്ന് വരം വാങ്ങിയാലും എന്ന് അദ്ദേഹത്തോട് അടുത്ത ശ്ലോകത്തോട് സംബന്ധം. അനന്തരം ഭഗവാനായി വിഭുവായിരിക്കുന്ന വിഷ്ണു ശയനത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ അസുരന്മാർ രണ്ടുപേരോടും കൂടി ഒന്നിച്ച് 5000 വർഷം മുഷ്ടിയുദ്ധം ചെയ്തു. അങ്ങനെ ഈ മധുകൈടവന്മാർ എന്ത് ചെയ്യണം? 5000 വർഷം കൊണ്ട് യുദ്ധം ചെയ്യുകയാണ് ഭഗവാനുമായിട്ട്. എന്നിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുകൈടവന്മാർ ഒരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. തങ്ങൾ എപ്പോഴാണ്, ഈ മധുകൈടവന്മാർ എപ്പോഴാണ് ആ വരം, അതായത് ഞങ്ങൾക്ക് എപ്പോ മരിക്കണം എന്നുള്ള ആ ഒരു സമയം അവർ സ്വന്തമായിട്ട് മരണം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അവർക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വരം അല്ലെ. നോക്കൂ, എത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു വരമാണ് ഈ ദുഷ്ടന്മാർ ചോദിച്ചത്. അതായത് അവര് തന്നെ വിചാരിക്കണം അവര് മരിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അത് കണ്ടപ്പോ അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഹരി പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ നിങ്ങളോടൊരു വരം ചോദിക്കുകയാണ്, എനിക്ക് ആ വരം തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഈ മധുകൈടവന്മാര് പറയുകയാണ്, അങ്ങേക്ക് ഞങ്ങൾ വരം തരാം, ഞങ്ങളോട് ചോദിക്കൂ എന്ത് വരമാണ് വേണ്ടതെന്ന്. ഭഗവാനോട് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനോടാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വരം വേണോന്ന്. ആ അഹങ്കാരമാണ് അവിടെ അല്ലേ. ആ ഭഗവാനോടുള്ള ഭഗവാനെക്കാട്ടിലും വലുതാ ഒന്നുമല്ല, ആരും ഒന്നുമല്ല. ഈ അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ കയ്യില്, ദേവിയുടെ കയ്യില്, വിഷ്ണു ഭഗവാന്റെ കയ്യില് വെറും ഒരു എന്താ പറയാ, ഒരു അല്പം ഒരു പൊട്ട് മാത്രമാണ്. അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ ആ വരം ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കുകയാണ്, ഭഗവാൻ എന്തെങ്കിലും വരം വേണമെങ്കിൽ ഞങ്ങൾ തരാം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ വരം തരാമെന്ന് അവര് പറയുകയാണ്. താവപത്യബലോന്മത്തോ മഹാമായ വിമോഹിതോ ഉക്തവക്തോ വരൈസ്മത്തോ മ്രിയതാമിതി കേശവം. അതിസാമർഥ്യം കൊണ്ട് ഏറ്റവും മതിച്ചിരുന്ന ആ മധുകൈടവന്മാർ മഹാമായ ദേവിയാൽ നല്ലവണ്ണം മോഹിക്കപ്പെട്ടവരായിട്ട് വിഷ്ണുവിനോട് തങ്ങളിൽ നിന്ന് വരം വാങ്ങുക എന്ന് പറഞ്ഞു.
അതിബലം കൊണ്ട് ഉന്മത്തന്മാരായ അവർ മഹാമായയാൽ നല്ലവണ്ണം മോഹിക്കപ്പെട്ടവരായിട്ട് ഞങ്ങളിൽ നിന്ന് വരം വാങ്ങുക എന്നിങ്ങനെ ഭഗവാനോട് പറഞ്ഞു. അത്യധിക സാമർഥ്യം കൊണ്ട് അധിക മതത്തോട് കൂടിയവർ മഹാമായ വിമോഹിതന്മാരായിട്ട്, അതായത് അപ്പോൾ ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു അഹങ്കാരത്തെ ജനിപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് ആ ഒരു വരം ചോദിപ്പിച്ചതും ആര് തന്നെയാണ്? ഈ ദേവി തന്നെയാണ്, ഈ മഹാമായ ദേവി തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാന് എന്ത് ചെയ്യാൻ കഴിയുന്നത്? ഇവരോട് ആ വരം ചോദിച്ചിട്ട് ഇവരെ വധിക്കാൻ കഴിയുന്നത്. ശ്രീ ഭഗവാനുവാചഃ ഫവേദാമദ്യമേ തുഷ്ടോ മമ വദ്യാവുഫാവപി കിമന്യേന വരേണാത്ര ഏതാവന്തിവൃതം മയാ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സന്തുഷ്ടന്മാരായി എങ്കിൽ എനിക്ക് വന്ധ്യന്മാരായി തീരണം. ഇവിടെ മറ്റൊരു വരം കൊണ്ട് പ്രയോജനമെന്ത്? ഞാൻ ഇത്രയും മാത്രം വരിച്ചു. മധുകൈടഭന്മാരോട് ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തുഷ്ടന്മാരായി ഭവിക്കുന്നുവെങ്കിൽ എനിക്ക് വന്ധ്യരായി ഞാൻ വധിക്കുന്നതിന് സമ്മതമുള്ളവരായി തീരണം. അങ്ങനെ വന്ധ്യന്മാരായി തീരാത്ത വിഷയത്തിൽ മറ്റൊരു വരം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്? വധത്തെ വിട്ട് മറ്റൊരു വരം അപേക്ഷിച്ചാൽ ശത്രുനാശം വരികയില്ല. ഈ വധമൊഴിച്ച് പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാനായ എനിക്ക് അതീതമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇത്രമാത്രമേ പരസഹായം കൂടാതെ നിങ്ങളാൽ മാത്രം അനുഭവിക്കപ്പെടാവുന്നതും എന്നാൽ ചെയ്യപ്പെടാവുന്നതുമായ വധലക്ഷണമായ വരം മാത്രമേ അപേക്ഷിച്ചു കൊള്ളുന്നുള്ളൂ. വരേണതാഹ എന്ന് പാഠഭേദം. അതായത് ഭഗവാൻ പറയുകയാണ്, എനിക്ക് മറ്റൊരു വരത്തെയും വേണ്ട, വേറെ എല്ലാം എനിക്ക് അധീനമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വമനസാലെ നിങ്ങളുടെ വധം എനിക്ക് നടത്തണം, അതിന് നിങ്ങൾ സമ്മതിക്കണം എന്നുള്ള ഒരു വരം മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. ശ്രീ ഭഗവാനുവാച സ്വാഹ ഭവേദാവുഫാവവി സ്വാഹ കിമന്യേന വ്രതം മയാ സ്വാഹ. ഋഷിരുവാചഃ വഞ്ചിതാഭ്യാമിതി തഥാ സർവമാപോമയം ജഗൽ വിലോക്യാതാഭ്യം ഗതിദോ ഭഗവാൻ കമലേഷണഃ ആവാം ജഹിന യത്രോർവി സലിലേന പരിപ്ലുതാം. അപ്പോൾ ഈ മധുകൈടവന്മാർ എന്ത് ചെയ്യണം? ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടു പോയി അല്ലേ? അതായത് വരം കൊടുക്കാമെന്ന് പറഞ്ഞു പോയി, ഭഗവാൻ ഇങ്ങനെ ഒരു വരം ചോദിക്കുകയും ചെയ്തു. അപ്പം വരം കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരം കൊടുത്തല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട ആ മധുകൈടഭന്മാർ ജഗത്ത് മുഴുവനും ജലമായി കണ്ടിട്ട് കമലലോചനായ വിഷ്ണു ഭഗവാനോട് ഞങ്ങളെ ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് നിഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. ആ അസുരവധ പ്രാർത്ഥന കാലത്ത് മഹാമായ മോഹിപ്പിച്ചത് നിമിത്തം വഞ്ചിതന്മാരായ ആ മധുകൈടഭന്മാർ ജഗത്ത് മുഴുവനും ജലമയമാണെന്ന് കണ്ടിട്ട് പുണ്ടരീകാശനായ ഭഗവാനോട് ഭൂമി എവിടെ വെള്ളത്തിൽ മുങ്ങാതെ ഇരിക്കുന്നുവോ അവിടെ വെച്ച് ഞങ്ങളെ നിഗ്രഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം ഈ മധുകൈടഭന്മാർ വിചാരിക്കുകയാണ്, അപ്പൊ ദേവി എന്ത് ചെയ്യണം? ഈ ഭൂലോകം എല്ലാം മൊത്തത്തില് ജലമാണ് കിടക്കുന്നത് എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് അവർ വിചാരിക്കുകയാണ്, ഇവിടെ എല്ലാം ജലമാണല്ലോ, അതുകൊണ്ട് ജലത്തില് അല്ലാതെ ജലമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് തങ്ങളെ വധിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ജലമാണ് എന്ന് കരുതിയിട്ട ഈ മധുകൈടഭന്മാർ പറയണ ജലമൊന്നും ഇല്ലാത്ത ഇടത്ത് വെച്ചിട്ട് വേണം ഞങ്ങളെ വധിക്കാൻ എന്ന് പറയുകയാണ്. ഭഗവാൻ കമലേഷണഃ എന്ന് കഴിഞ്ഞ് ആവാം ജഹി എന്നതിന് മുമ്പ് പ്രീതൗ സ്തസ്തവ യുദ്ധേന ശ്ലാഘ്യസ്തം മൃത്യുരാവായോ എന്ന് ഒരർദ്ധ ശ്ലോകം ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഈ പാഠത്തെ ചതുർദ്ധരിയും ശാന്തനവിയും സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് അല്ലയോ വിഷ്ണു, ഭവാന്റെ യുദ്ധം കൊണ്ട് ഞങ്ങൾ സന്തുഷ്ടന്മാരായി ഭവിക്കുന്നു, ഭവാൻ ഞങ്ങൾക്ക് സ്തുത്യനായ മൃത്യുവാണ് എന്നർത്ഥം. അതായത് ഈ മധുകൈടഭന്മാർക്ക് അറിയാം തങ്ങളെ വധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുകയാണ്, ജലത്തിൽ വെച്ച് വധിക്കേണ്ട, ജലമില്ലാത്തടത്ത് വെച്ച് വധിക്കാനാണ് പറയുന്നത്. ആ മഹാമായയുടെ പ്രഭാവത്തിൽ അവർക്ക് എല്ലായിടവും ജലമുള്ളതായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ജലമില്ലാത്തൊരു സ്ഥലം ഉണ്ടാവും എന്നാണ്, ജലമില്ലാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഭഗവാന് കൊണ്ടുപോയി അവരെ വധിക്കാൻ കഴിയില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. തദേത്യുക്താ ഭഗവതാ ശംഖചക്രഗദാഹൃതാ കൃത്വാ ചക്രേണ വൈഛിന്യേ ജഗനേ ശിരസീതയോ ഹത്വാ. ശംഖചക്രധാരിയായ വിഷ്ണു ഭഗവാൻ വെള്ളമില്ലാത്ത ദിക്കിൽ വെച്ച് നിഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ട് മധുകൈടഭന്മാരുടെ ശിരസുകളെ തന്റെ ജഗന പ്രദേശത്തിൽ വെച്ച് ചക്രം കൊണ്ട് മുറിക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങളെ ജലമില്ലാത്തടത്ത് തന്നെ ഞാൻ വെച്ച് വധിക്കാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്റെ തുടയിൽ വെച്ചിട്ട്
എന്ത് ചെയ്യുകയാണ്, ഇവരുടെ ശിരസ് തുടയിൽ വെച്ചിട്ട് അവരെ തൻ്റെ എന്തുകൊണ്ടാണ് ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് അവരുടെ തലയെ മുറിച്ചു കളയുകയാണ്. അങ്ങനെ അവരെ വധിക്കുകയാണ്. ഹത്വാതു ഭഗവാൻ വിഷ്ണു സ്തൗഭൗ മധുകൈടഭൗ തയോസ്തു മേധസാരാജൻ മഹീമേതാമകൽപയാൻ മേധി നിത്യതദാരഭ്യാ സംജാമാഭവസുന്ദരാ തദോ വീതഭയോ ബ്രഹ്മാ സസർജാ വിവിധഃ പ്രജാ. അതായത്, അല്ലയോ രാജാവേ, വിഷ്ണു ഭഗവാൻ ആ മധുകൈടവന്മാരെ നിഗ്രഹിച്ചിട്ട് അവരുടെ മേധസ് കൊണ്ട് ഈ ഭൂമിയെ നിർമ്മിച്ചു. അപ്പോൾ മുതൽ ഭൂമിക്ക് മേദിനി എന്ന നാമം സിദ്ധിച്ചു. അനന്തരം ബ്രഹ്മാവ് ഭയമില്ലാതെ അനേകം പ്രജകളെ സൃഷ്ടിച്ചു എന്നർത്ഥം. വേറെ പുരാണത്തിൽ ഇത് കഴിഞ്ഞ് വിഷ്ണു ഭഗവാൻ തന്റെ ചതിവാക്ക് കൊണ്ടുണ്ടായ പാപം നശിക്കുന്നതിനും തന്റെ വാക്കിനെ സ്വീകരിച്ച് ആ മധുകൈടവന്മാരെ ഉദ്ധരിക്കുന്നതിനായി വനത്തിൽ ചെന്ന് തപസ്സു ചെയ്തിട്ട് ഭരതാ നദിയുടെ തീരത്തിങ്കൽ മധുകേശ്വരൻ, കൈടവേശ്വരൻ എന്ന നാമധേയങ്ങളോട് കൂടി 2 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇത്യാദി കഥ ശേഷം കാണുന്നു. സുമേധസ് മഹർഷി സുരതനോട് പറയുന്നു, അല്ലയോ മധുകൈടവന്മാരെ, നിങ്ങളാൽ എങ്ങനെ പറയപ്പെട്ടുവോ അതുപ്രകാരം തന്നെ മറ്റൊരു പ്രകാരത്തിലല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് തന്റെ ഉപസ്തോർത്ത പ്രദേശത്തിൽ അവരുടെ ശിരസുകളെ സ്ഥാപിച്ചിട്ട് ചക്രം കൊണ്ട് മുറിച്ചു. സൂക്ഷ്മത്തിൽ പ്രളയകാല ജലസമൂഹത്തിന് മഹാപ്രഭുവായ ഭഗവാന്റെ ജഗനത്തെ മുക്കുന്നതിന് സാമർഥ്യമില്ല. ജഗനതോ ഭംഗം വരേ ജലമുള്ളൂ എന്ന് താല്പര്യം. ഋഷിരുവാച സ്വാഹ തദേത്യുക്ത ശിരസീതയോഹ സ്വാഹ. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാന്റെ ആ കാൽമുട്ട് വരെ മാത്രമേ ആ ജലമുള്ളൂ. പ്രളയജലമാണല്ലോ. അപ്പം ഭൂമിയിൽ എല്ലായിടവും പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതാണ് പറയാൻ വന്നത് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞുപോയി. ദേവി അത് മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ല, മൊത്തത്തിൽ ജലമാണല്ലോ, അത് പ്രളയജലത്തിൽ കിടക്കുന്നതാണല്ലോ. അങ്ങനെ പ്രളയജലത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ കാലിന്റെ മുട്ട് വരെ ആ വെള്ളം വരത്തുള്ളൂ. അപ്പം ആ ജലമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ തുടഭാഗമാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് തന്റെ സുദർശന ചക്രം കൊണ്ടിട്ട് ആ മധുകൈടവന്മാരെ ഭഗവാൻ വധിക്കുന്നത്. അപ്പോ ഭഗവാൻ അങ്ങനെ വധിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ഭൂമി അവരുടെ മേധസ് കൊണ്ട് ഈ ഭൂമിനെ നിർമ്മിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ മധുകൈടവന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മധുകേശ്വരൻ, കൈടവേശ്വരൻ എന്ന് പറഞ്ഞ് 2 നാമധേയങ്ങളോടുകൂടി തപസ് ചെയ്തിട്ട് വരദാ നദിയുടെ തീരത്ത് ഈ 2 ശിവലിംഗങ്ങളായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ്. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മധുകേശ്വരൻ, കൈടവേശ്വരൻ എന്ന് പറഞ്ഞിട്ട് നിർമ്മിക്കുകയാണ്. ശിവലിംഗങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പം ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അറിയാം എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്, എങ്ങനെ വധിക്കണം എന്നുള്ളത് ഭഗവാൻ നന്നായിട്ട് അറിയല്ലേ. അപ്പൊ ഇവര് ജലം പ്രളയജലമാണല്ലോ. ഇവിടെ എല്ലാം പ്രപഞ്ചം മുഴുവനും എല്ലായിടത്തും പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഭഗവാൻ എവിടെ വെച്ചാണ് വധിക്കുക എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഭഗവാന്റെ കണങ്കാല് വരെ മാത്രമേ, മുട്ട് വരെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ തുടയിൽ വെച്ചിട്ടാണ് ഈ മധുകൈടവന്മാരെ വധിക്കുന്നത് ഭഗവാൻ. ഏവമേഷാ സമുൽപന്ന ബ്രാഹ്മണാ സംസ്തുതാ സ്വയം പ്രഭാവമസ്യാ ദേവ്യാസ്തു ഭൂയഃ ശൃണു വദാമി തേ. ഈ മഹാമായ ദേവി ഇപ്രകാരം ബ്രഹ്മാവിനാൽ താനേ തന്നെ സ്തുതിക്കപ്പെട്ടവളായിട്ട് ഉത്ഭവിച്ചു. ഈ ദേവിയുടെ മഹാത്മ്യങ്ങളെ ഇനിയും ഞാൻ നിന്നോട് പറയാം, കേട്ടാലും. ഇപ്രകാരം ബ്രഹ്മാവിനാൽ താനേ തന്നെ സ്തുതിക്കപ്പെട്ട ഈ മഹാമായ ദേവി ഖാരാർത്ഥം പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ സുരത മഹാരാജാവേ, ഭവാൻ ഇനിയും ഈ ദേവിയുടെ പ്രാദുർഭാവത്തെ, സാമർത്ഥ്യത്തെ കേട്ടാലും ഞാൻ പറയാം. അസ്യ എന്നതിന് താമസി ദേവിക്ക് കാരണഭൂതയായി ത്രിഗുണരൂപിയായി ഇരിക്കുന്ന മഹാലക്ഷ്മി എന്നർത്ഥം. അതുകൊണ്ടാണ് സ്തു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. താമസി ദേവിക്കും മഹാലക്ഷ്മിക്കും അഭേദമാകൊണ്ട് മുൻപറഞ്ഞ പ്രഭാവവും മഹാലക്ഷ്മിയുടേത് തന്നെ എന്ന് ധ്വനിപ്പിക്കുന്നു. പ്രാധാനിക രഹസ്യത്തിൽ പറയുന്ന ചതുർഭുജയായ ദേവി തന്നെ മധ്യമ ചരിത്രത്തിൽ 8 കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു എന്ന് കാണിക്കുന്നു. വിശ്വേശ്വരാധികം സൂക്തം ദൃഷ്ടം തൽ ബ്രഹ്മണാ പുരാ സുതയേ യോഗനിദ്രായാഃ മമ ദേവ്യാഃ പുരന്ദരാ ഏവമേഷാ വദാമി തേ സ്വാഹാ.
इति श्रीमार्कण्डेय पुराणे सावर्णिके मन्वन्तरे देवी माहात्म्ये मधुकैटभवधो नाम प्रथमोऽध्यायः. മധുകൈടവവധം എന്ന 1-ാം അധ്യായം സമാപ്തം. അപ്പോൾ ഈ മഹാലക്ഷ്മി ദേവിയും അതുപോലെ ഭദ്രാദേവിയും സരസ്വതി ദേവിയും എല്ലാം ഒന്നു തന്നെയാണ്. ദേവിയുടെ പല പല രൂപങ്ങളാണ്. അങ്ങനെ പല പല ഇതിനു വേണ്ടിയിട്ട് പല പല കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവി പല പല രൂപങ്ങൾ എടുക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ഈ മഹാലക്ഷ്മി ദേവി തന്നെയാണ്. ഇതെല്ലാം തന്നെ ഒന്നാണ്. ദേവി ഒന്നാണ്, ആദിപരാശക്തിയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ചരിതമാണ് കഴിഞ്ഞത്. മധുകൈടഭ വധം എന്നുള്ള അധ്യായം സപ്തശതിയും അതുപോലെ മധുകൈടഭ വധവുമാണ് ഇന്ന് വായിച്ചു കഴിഞ്ഞത് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പോൾ ദേവി എല്ലാവരെയും സംരക്ഷിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനിയുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാ ജനങ്ങളെയും എല്ലാവരെയും നമ്മുടെ ഭൂമിയെയും എല്ലാം ആ ദേവി, ആ വൈഷ്ണവി ദേവി, ആ ആദിപരാശക്തി ദേവി, ആ ഭദ്രകാളി ദേവി, ആ ദേവി നമ്മളെ എല്ലാം സംരക്ഷിക്കട്ടെ എന്ന് ആ ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാട്ടോ. ധനേഷ് ധനു, അബ്ദുൾ വഹാഖ്, ധനേഷ്, ബിജേഷ് രാമു, കുമാർ കുമരേശൻ, ബിജേഷ് രാമു, നിഖിൽ മണിലാൽ, ബിജേഷ് രാമു, അഖിൽ മോനു, മൻരാജ് മീന, ബിനു ബിനു, ബ്ലാക്ക് ലവർ, ശോഭന എസ്, ആദർശ് സി, സജിത് ഏഞ്ചൽ, ശശികുമാർ, ഹരിദാസ്, സയ അമ്പിളി, ക്രൈസി ഐ കില്ലർ, രേവതി, ജോബിൻ ജോൺ, അഭിജിത്ത്, തൃശ്ശൂർക്കാരൻ അനു, തൃശ്ശൂർ ഇഫ് യുവർ ഡാഡ്, മിഥുൻ മാത്യു, വിനുകുമാർ, സുനിൽ ഐ കുമാർ, അശ്വതി, കീർത്തന, അഭിരാമി. എല്ലാവരും വരുന്നതാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ശരി. ഹരിത നായർ, രഞ്ജിനി, അതില് ഒരു ഇത് വന്നല്ലോ, അഭിലാഷ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ദേവിയോട്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ഹര ഹര മഹാദേവ. ജയ് ശ്രീ ഉമാമഹേശ്വരായ നമഃ. ജയ് ശ്രീ രാധേശ്യാം.